ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 16-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം മുതൽക്ക് ഈ അധ്യായം കഴിയുന്നത് വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ 20-ാമത്തെ ശ്ലോകത്തിൽ യം വൈ വിഭൂതിരുപയാത്യനുവേലമന്യൈ അർത്ഥാർത്ഥിഭി സ്വശിരസാധൃതപാദരേണു ധന്യാർപ്പിതാഘ്രി തുളസീനവദാമധാംനോ ലോകം മധുവ്രതപതേരിവ കാമയാന യസ്താം വിവിക്തചരിതൈരനുവർത്തമാനാം നാത്യാദ്രിയത് പരമഭാഗവത പ്രസംഗ സത്വം ദ്വിജാനുപഥ പുണ്യരജഃ പുനീത ശ്രീവത്സലക്ഷ്മ കിമഗ ഭഗഭാജനസ്ത്വം. അർത്ഥാർത്ഥിഭി അന്യേഹി, അർത്ഥത്തെ യാചിക്കുന്നവരാൽ, സശിരസ, സശിരസ് കൊണ്ട്, ധൃതപാദരേണു ധരിക്കപ്പെട്ട പാദധൂളികളോടുകൂടിയ, വിഭൂതി മഹാലക്ഷ്മി, അനുവേലം എപ്പോഴും, യഹ വൈ യാതൊരാളെ, ഉപയാതി ആശ്രയിക്കുന്നുവോ, ധന്യാർപ്പിതാഘ്രി തുളസീ നവദാമ ധാംനഃ ധന്യന്മാരാൽ സമർപ്പിക്കപ്പെട്ട തൃപ്പാദത്തിലെ തുളസിമാലയിൽ സ്ഥാനമുറപ്പിച്ച മധുവ്രതപതേ ഭൃംഗരാജൻ്റെ, അതായത് വണ്ടുകളുടെ രാജാവ് എന്നർത്ഥം, ലോകം സ്ഥാനത്തെ, കാമയാന ഇവ കാക്ഷിക്കുന്നവളോ എന്ന് തോന്നുമാറ്, വിവിക്തചരിതൈഹി പരിശുദ്ധമായ പരിചരണം കൊണ്ട്, അനുവർത്തമാനം പരിസേവിക്കുന്ന, താം അവളെ, യഹ യാതൊരാൾ, ന അത്യാദ്രിയത് അധികം വിലവയ്ക്കുന്നില്ലയോ, സഹാത്വം ആ അങ്ങ്, പരമഭാഗവത പ്രസംഗ പരമഭക്തരിൽ മാത്രം അത്യന്തം പ്രീതനാണ്, ത്വം ഭവാൻ, ഭഗഭാജന സൗഭാഗ്യനിധിയാണ്, ദ്വിജാനുപഥ പുണ്യരജ പുനീത വഴി നടക്കവേ ബ്രഹ്മജ്ഞാനികളുടെ കാലിലൊട്ടിയ പൊടികളാൽ പരിശുദ്ധനായിട്ട്, ശ്രീവത്സലക്ഷ്മ ശ്രീവത്സമെന്ന മറുകിനെ, അഗാഹ് കിം കൈക്കൊണ്ടുവോ. അപ്പോൾ സർവലോകാരാധ്യയായ മഹാലക്ഷ്മി പോലും ഭഗവത് അനുഗ്രഹം കാക്ഷിക്കുകയാണ് എന്ന് സമർത്ഥിക്കുകയാണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ അവിടെ യത്സേവയാ ചരണപത്മ പവിത്രരേണം അങ്ങനെ ഭഗവാൻ പറയണ്ടായല്ലോ. അപ്പോൾ ആ ഭഗവത് വാക്യത്തിൽ അടങ്ങിയ കാര്യങ്ങൾ അസംഭാവ്യമെന്ന് സനകാദികൾ ഈ രണ്ട് ശ്ലോകങ്ങളിൽ സമർത്ഥിക്കുന്നു. അതായത് അവിടെ ഭഗവാൻ പറഞ്ഞു വെക്കുന്നത്, ഭഗവാൻ ബ്രഹ്മജ്ഞാനികളുടെ പാദരേണുക്കൾ ശിരസാ ധരിക്കുന്നു. അവരുടെ ആ ഒരു അനുഗ്രഹ കടാക്ഷം കൊണ്ടാണ് ഐശ്വര്യദേവതയായ ലക്ഷ്മി ഭഗവതി പോലും തന്നെ വിട്ടുപോകാത്തത്. എന്ന് വെച്ചാൽ താൻ അത്രയധികം ബ്രഹ്മജ്ഞാനികളെ മാനിക്കുന്നുണ്ട്. അതായത് സനകാദികൾ ബ്രഹ്മജ്ഞാനികളാണല്ലോ. അപ്പോൾ ആ ബ്രഹ്മജ്ഞാനികളോട് ചെയ്ത അപരാധം ഞാൻ പൊറുക്കില്ല. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണവർ, ഏറ്റവും പ്രിയപ്പെട്ടവരാണവർ. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആരാധ്യനായി തീർന്നത് എന്നൊക്കെയാണ് ഭഗവാൻ വളരെ വിനയത്തോടു കൂടി പറയുന്നത്. പക്ഷേ ഇവിടെ സനകാദികൾ ഭഗവാന്റെ ആ വാക്യം അങ്ങനെയല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം ഭഗവാന് പരിശുദ്ധി ലഭിച്ചത് സജ്ജനങ്ങളുടെ പാദരേണുക്കളുടെ സംഘം കൊണ്ടാണെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. അതായത് അർത്ഥികൾ, സകാമന്മാർ തങ്ങളുടെ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി ലക്ഷ്മി ഭഗവതിയുടെ പാദരേണുക്കളെ ശിരസാ ധരിക്കുന്നു. അത്രയും മാഹാത്മ്യമുള്ളവളാണ് ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവി കാമിക്കുന്നത് ഭഗവത് പാദസേവയാണ്. അപ്രകാരമുള്ള തൃപ്പാദം എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ ഭക്തന്മാർ പുതിയ തുളസിമാല സമർപ്പിക്കുന്നു. ആ തുളസി സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് വണ്ടുകളുടെ തലവൻ ശ്രീപാദത്തിൻ്റെ ആധിപത്യം കീഴടക്കിയിട്ടുണ്ട്. ആ പദവി തനിക്ക് ലഭിക്കണമെന്നതാണ് ലക്ഷ്മി ഭഗവതിയുടെ ലക്ഷ്യം.
തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ലക്ഷ്മി ഭഗവതി അത്യന്തം പരിശുദ്ധങ്ങളായ വ്യാപാരങ്ങളാൽ ഭഗവാൻ ഉപാസിക്കുന്നു. എന്നാൽ പരമഭാഗവതന്മാരിൽ താല്പര്യത്തോടു കൂടിയ ഭഗവാൻ ആ ലക്ഷ്മി ദേവിയെപ്പോലും അത്രയൊന്നും ആദരിക്കുന്നില്ല. ഇപ്രകാരം മഹിമാവോടുകൂടിയ ഭഗവാൻ ബ്രഹ്മജ്ഞാനികളുടെ പാദരേണുക്കളാൽ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നതും ഭൃഗുവിൻ്റെ പാദചിഹ്നമായ ശ്രീവത്സത്തെ അലങ്കാരമായി ധരിക്കുന്നതും ലോകശിക്ഷാർത്ഥം മാത്രമാണ്. ഭഗവാനിൽ നിന്ന് അന്യർ പരിശുദ്ധി നേടുന്നു എന്നല്ലാതെ ഭഗവാന് ആരിൽ നിന്നും പരിശുദ്ധി നേടാനില്ല എന്നാണ് അവിടെ സനകാദികൾ ബോധിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു ശ്ലോകത്തെ ശ്രീധരാചാര്യസ്വാമികൾ വളരെ വിശദമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അയം ഭാവഃ, അദ്ദേഹം പറയുന്നു, അയം ഭാവഃ ഇത്തം നാമാതിലംബടയാ ലക്ഷ്മീസ്ത്വാം സേവത്തെ കഥം ഏവം ഹി സാ മേനെ അയം ഹി സാരഗ്രാഹി മധുവ്രതശ്ചഞ്ചലശ്ച സ ചാഘ്രിഗതായാം തുളസ്യാം സപരിവാരോ നിശ്ചലഃ സൻരമത്തെ അതോഘ്രിലാവണ്യമത്യധികം സ്യാത്തതോഹം വക്ഷസി സ്ഥിതാപി യോഗിജനാദി ബഹുസേവക സംഘർഷമംഗീകൃത്യാപി തുളസ്യാ സഹ സാപത്നേനാപി ചരണൗ സേവിഷ്യാമീതി തദേവമത്യൗത്സുക്യേനാനുവർത്തമാനമപി അത്യൗത്സുക്യേനാനുവർത്തമാനാമപി താം ത്വം നാതിവാദ്രിയസേ യതഃ പരമഭാഗവതേഷ്വേവ പ്രകൃഷ്ടസംഗവാൻ സ ഏവം പരമസൗഭാഗ്യനിധിസ്ത്വം അതോ ബ്രാഹ്മണപ്രസാദാന്മാം ശ്രീർന്ന വിജഹാതീത്യലഭ്യലാഭത്വേന നിർദ്ദേശോ ന സമഞ്ജസ ഇതി കിംച സ്വത ഏവ ത്വം ഭഗഭാജനോ ഭജനീയാനാം ഗുണാനാം ആശ്രയ പരമശുദ്ധശ്ച തം ത്വാം ദ്വിജാനുമനുപഥം പഥി പഥി ലഗ്നം യത് പുണ്യം രജസ്തഥാ ശ്രീവത്സലക്ഷ്മ ച കിം പുനീതഃ കിം കിം അർത്ഥം ച തേ ഉഭേ അഗാഹ പ്രാപ്തോ ഭൂഷണത്വേന സ്വീകൃതവാനസി അതോ യത് സേവയാ ചരണപത്മപവിത്രരേണും ഇത്യാദി വചനം ലോകസംഗ്രഹമാത്രമിത്യർത്ഥഃ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഏകദേശ അർത്ഥം എന്ന് പറഞ്ഞാൽ, യാതൊരു ലക്ഷ്മി ഭഗവതിയുടെ പാദരേണുക്കൾ തങ്ങളുടെ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി മഹാത്മാക്കൾ ശിരസ ധരിക്കുന്നുവോ അപ്രകാരം മാഹാത്മ്യത്തോടു കൂടിയ ലക്ഷ്മി ഭഗവതി അത്യാസക്തിയോടെ അങ്ങയെ സേവിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ ചിന്താഗതി ഇപ്രകാരമാണ്: സാരാംശം ഗ്രഹിക്കാൻ സമർത്ഥനും അതേസമയം സ്ഥൈര്യമില്ലാത്തവനുമായ വണ്ട് നിശ്ചലനായി പരിവാരസമേതം ഭഗവത് പാദ തുളസി ഗന്ധം ആസ്വദിച്ചുകൊണ്ട് അവിടെ രമിക്കുന്നു. എൻ്റെ ആസ്ഥാനം ഭഗവാന്റെ വക്ഷസ്സാണ്, അല്ലേ? ലക്ഷ്മി ദേവിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാന്റെ വക്ഷസ്സാണ്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠം ശ്രീപാദമാണ്. ഞാൻ അവിടേക്ക് പോവുകയാണ്. യോഗികൾ മുതലായവരുടെ ബഹളമാണ് അവിടെ, അല്ലേ? ശ്രീപാദത്തിലാണ് സകല യോഗിമാരും. അപ്പം സപത്നിയായ തുളസിയുടെ സാന്നിധ്യവും അവിടെയുണ്ട്. തന്നിമിത്തം അവിടെ ഒരു സംഘർഷത്തിന് ഇടയുണ്ട്. അതെല്ലാം ഞാൻ സഹിക്കാം ഇങ്ങനെ നിശ്ചയിച്ച് തൃപ്പാദ സേവയിൽ നിരതയായ ലക്ഷ്മി ഭഗവതിയെ പോലും അങ്ങ് വേണ്ടത്ര ഗൗനിക്കുന്നില്ല. കാരണം അങ്ങയുടെ ശ്രദ്ധ മുഴുവൻ പരമഭാഗവതന്മാരിലാണ്. അതിനാൽ അങ്ങ് സ്വയമേവ എല്ലാ സൗഭാഗ്യങ്ങളുടെയും ആസ്ഥാനമാണ്. ബ്രഹ്മജ്ഞാനികളുടെ അനുഗ്രഹം ഹേതുവായി നമ്മെ ലക്ഷ്മി ഭഗവതി വിട്ടുപിരിയുന്നില്ല എന്ന അങ്ങയുടെ വാക്യം ഉചിതമല്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സ്വതേ തന്നെ ഐശ്വര്യാദി ഷഡ്ഗുണ സമ്പൂർണനും സർവഗുണങ്ങൾക്കും ആശ്രയസ്ഥാനവുമാണ്. അപ്രകാരമുള്ള അങ്ങ് ബ്രഹ്മജ്ഞാനികൾ നടന്ന വഴിയിലെ പൊടിപടലം കൊണ്ടും ശ്രീവത്സം കൊണ്ടും പരിശുദ്ധി നേടുന്നതെങ്ങനെ? അപ്പം ബ്രാഹ്മണപാദ രജസ്സും ശ്രീവത്സവും അങ്ങ് ഭൂഷണമായി ധരിക്കുന്നത് ലോകർക്ക് ഒരു മാതൃക കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഭഗവാൻ പോലും ബ്രഹ്മജ്ഞാനികളെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു എന്നൊക്കെ വരുന്നത് നമുക്കൊക്കെ ഒരു മാതൃകയാണ്. നമ്മളും അവരെ വേണം ആദരിക്കാൻ, അവരെ വേണം നമസ്കരിക്കാൻ എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തരികയാണ് ലോകത്തിന്. ആ ശ്രീവത്സം, അല്ലേ, ക്ഷമയുടെ, സഹിഷ്ണുതയുടെ
അടയാളമാണ് ഭഗവാന്റെ മാറിലുള്ള ശ്രീവത്സം എന്നുള്ള മറുക്ക്. ഇങ്ങനെ ലോകത്തിനൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാന്മാർ അല്ലേ. ശ്രീപരമേശ്വരൻ്റെ കണ്ഠത്തിലെ ആ കാകോളം ലോകർക്ക് മുഴുവനും ഒരു മാതൃകയാണ്. ലോകത്തിൻ്റെ സകല ദുഃഖങ്ങളും സകല കഷ്ടപ്പാടുകളും ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കാരുണ്യമുള്ള ആൾക്കാർ. അങ്ങനെയുള്ള സകല കാരുണ്യവാന്മാർക്കും മകുടോദാഹരണമാണ് സാക്ഷാൽ ശ്രീപരമേശ്വരൻ. അദ്ദേഹം പാലാഴിയിൽ നിന്ന് പൊന്തി വന്ന കാകോളം ആ ഹാലാഹലം ആർക്കും ദോഷമുണ്ടാക്കരുത് എന്ന് കരുതി സ്വയം സ്വീകരിച്ച ആളാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖത്തെയും സ്വയം സഹിക്കുന്നവരാണ്, ഏറ്റെടുക്കുന്നവരാണ് കാരുണ്യശാലികൾ. അപ്പം അതുപോലെ ക്ഷമയുടെ, സഹിഷ്ണുതയുടെ ചിഹ്നമാണ് ഭഗവാന്റെ ഈ പാദരജസ് അലങ്കാരമായി ധരിക്കുന്നതും ഈ ശ്രീവത്സം അലങ്കാരമായി ധരിക്കുന്നതും എന്നാണ് അവിടെ സനകാദികൾ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഭഗവാൻ സനകാദികളോട് പറഞ്ഞത് തനിക്ക് പരിശുദ്ധി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മജ്ഞാനികളുടെ പാദരജസ് ധരിച്ചതിനാലാണെന്നും തന്നിമിത്തം ലക്ഷ്മി കടാക്ഷം ലഭിക്കുന്നു എന്നുമാണ്. അത് യഥാർത്ഥമല്ല. സർവരാലും ആരാധിക്കപ്പെടുന്നവളായ ലക്ഷ്മി ഭഗവതി ഭഗവാന്റെ കൃപാകടാക്ഷത്തിനാവുന്നത്ര പരിശ്രമിച്ചിട്ടും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നതാണ് സത്യം. അപ്പം ഭഗവത് പക്ഷത്തിലെ അത്യുത്തമന്മാർ സജ്ജനങ്ങൾ, അവരുടെ സംസർഗത്താൽ ഭഗവാന് പരിശുദ്ധി ഉണ്ടായി. തന്നിമിത്തം താൻ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി. ഇപ്രകാരമാണ് സനകാദികൾ പറയുന്നത്. നേരെ മറിച്ചായിട്ട് അതാണ്, അതായത് ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടായത് എന്നാണ്. എന്നാൽ സനകാദികൾ പറയുന്നത് നേരെ തിരിച്ചാണ്. അപ്പം ഏറ്റവും ഉത്തമന്മാർ ലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്നു. ആ ലക്ഷ്മി ദേവി ഭഗവത് കടാക്ഷത്തിന് നിരന്തരം ശ്രമിക്കുന്നു. അതിനാൽ പരിശുദ്ധിയുടെയും സർവ്വസൗഭാഗ്യങ്ങളുടെയും ഉടമ ഭഗവാനാണ്. ഭഗവാനിൽ നിന്ന് അന്യർക്ക് ലഭിക്കുകയല്ലാതെ ആരിൽ നിന്നെങ്കിലും ഭഗവാന് എന്തെങ്കിലും ലഭിക്കാനില്ല എന്ന് സാരം. അതായത് ഭഗവാൻ സമ്പൂർണനാണ്. അപ്പം ഭഗവത് വാക്യത്തിലെ വിനയാതിരേകവും ഇവിടെ ഈ സനകാദികൾക്ക് സംഭ്രമത്തെ ഉണ്ടാക്കി. കാരണം ലോകാരാധ്യനായിട്ടുള്ള സാക്ഷാൽ ഭഗവാനാണ് ഇങ്ങനെ ഈ താൻ ഭക്തന്മാർക്ക്, പ്രത്യേകിച്ചും ബ്രഹ്മജ്ഞാനികൾക്ക് ഏറ്റവും ആദരവ് നൽകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് അവിടെ ഇങ്ങനെ പറയാൻ കാരണമായി തീർന്നത്. എന്നിട്ട് അവിടെ തുടരുന്നു. അടുത്ത ശ്ലോകത്തിൽ 22 ധർമ്മസ്യതേ ഭഗവത സ്ത്രീയുഗത്രിഭിസ്വൈ പദ്ഭിശ്ചരാചരമിതം ദ്വിജദേവതാർത്ഥം നൂനം ഭ്രതം തദഭിഘാതി രജസ്തമശ്ച സത്വേന നോ വരദയാ തനുവാ നിരസ്യ. ഹേ ത്രിയുഗ, അല്ലയോ 3 യുഗത്തിലും അവതരിച്ചവനെ, ധർമ്മസ്യ ധർമ്മസ്വരൂപിയും ഭഗവതഃ ഭഗവാനുമായ തേ അങ്ങയുടെ സ്വൈ സ്വന്തം ത്രിഭി 3 പദ്ഭി പാദങ്ങൾ കൊണ്ട് നഹ ഞങ്ങൾക്ക് വരദയ വരം നൽകുന്ന സത്വേന സത്വമയമായ തന്വ എന്നുള്ളതാണ് തനുവ ദേഹത്താൽ തദഭിഘാതി അവയ്ക്ക് ദോഷം ചെയ്യുന്ന രജഹ രജസ്സിനെയും തമഹ ച തമസ്സിനെയും നിരസ്യ നിരാകരിച്ച് ദ്വിജദേവതാർത്ഥം ബ്രാഹ്മണർക്കും ദേവന്മാർക്കും വേണ്ടി ചരാചരം ഇതം ചരാചരാത്മകമായ ഈ വിശ്വം നൂനംഭൃതം സംരക്ഷിക്കപ്പെട്ടു വരുന്നു. നത്വം ദ്വിജോത്തമകുലം യതിഹാത്മഗോപം ഗോപ്രാവൃഷ സ്വർഹണേന സസൂനൃതേന തരിഹേവ നങ്ക്ഷതി ശിവസ്തവ ദേവ പന്ഥ ലോകോഗ്രഹീഷ്യദൃഷഭസ്യ ഹി തത്പ്രമാണം. ഹേ ദേവ, അല്ലയോ ദേവ, വൃഷഹാത്വം ശ്രേഷ്ഠനായ അങ്ങ് ആത്മഗോപം തന്നാൽ രക്ഷിക്കേണ്ടതായ ദ്വിജോത്തമകുലം ബ്രാഹ്മണ വംശം സസൂനൃതേന കാപട്യമില്ലാത്ത സ്വരിഹണേന ബഹുമാനത്തോടെ യതി ന ഗോപ്ത സംരക്ഷിക്കുന്നില്ലെങ്കിൽ തരിഹി ഏവ അപ്പോൾ തന്നെ ശിവ മംഗളകരമായ തവ അങ്ങയുടെ പന്ഥ വേദമാർഗം
നങ്ഷ്യതി നശിക്കും, ഹ കഷ്ടം, ഹി കാരണം, ലോകഹ ലോകർ, ഋഷഭസ്യ യോഗ്യന്റെ, തത് ആ പ്രവൃത്തിയെ, പ്രമാണമായി, അഗ്രഹീഷ്യത് എടുത്തേക്കും. അപ്പൊ ഇങ്ങനെ സനകാദികൾ ഭഗവത് വാക്യത്തെ വളരെ നിഷ്കൃഷ്ടമായ അപഗ്രഥനത്തിന് വിധേയമാക്കിയിട്ടാണ് അവര് തുടർന്ന് പറയുന്നത്. ധർമ്മസ്വരൂപിയായ അങ്ങ് 3 യുഗങ്ങളിലും അവതാരങ്ങൾ സ്വീകരിക്കുന്നു. ധർമ്മത്തിന്റെ പാദങ്ങളായ തപസ്, ദാനം, ദയ ഇവയെ നശിപ്പിക്കുന്നത് രജോ ഗുണവും തമോ ഗുണവുമാണ്. ശുദ്ധ സത്വസ്വരൂപിയായ അങ്ങ് രജസ്തമസ്സുകളെ നശിപ്പിച്ച് ധർമ്മപാദങ്ങളെ സംരക്ഷിക്കുന്നു. അങ്ങനെ ലോകത്തെ ഭരിക്കുന്നു. അങ്ങ് ബ്രഹ്മജ്ഞാനികളുടെ വംശത്തെ സംരക്ഷിക്കാൻ കടപ്പെട്ടവനാണ്. സദ്വാക്യങ്ങളാലും മറ്റും അവരെ സന്തുഷ്ടരാക്കാതിരുന്നാൽ അങ്ങയാൽ സ്ഥാപിതമായ മംഗളകരമായ കർമ്മമാർഗം നിലനിൽക്കുകയില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് മഹാന്മാരെയാണ് അനുകരിക്കുക. അപ്പോ അങ്ങ് വിശിഷ്ടരെ ആദരിച്ചാൽ ലോകരും ആദരിക്കും. താൻ സർവരിലും ഉപരിയാണെന്ന ഭാവത്തിലിരുന്നാൽ ലോകരും അതാണ് അനുകരിക്കുക എന്ന് സാരം. അപ്പൊ ഭഗവാൻ തന്നെ ലോകത്തിന് എങ്ങനെ മാതൃക കാണിച്ചു കൊടുക്കുന്നു എന്നാണ് അവിടെ സനകാദികൾ പറയുന്നത്. തത്തേനഭീഷ്ടമിവ സത്വനിധേർ വിധിത്സോഹോ ക്ഷേമം ജനായ നിജശക്തിഭിരുദ്ധൃതാരേ നൈതാവതാത്രധിപതേർബത വിശ്വഭർത്തുസ്തേജക്ഷതം ത്വവനതസ്യ സതേ വിനോദഃ. നിജശക്തിഭി തൻ്റെ ശക്തിയാൽ ഉദ്ധൃതാരെ നശിപ്പിക്കപ്പെട്ട വേദമാർഗ വിരോധികളോടുകൂടിയവനും ജനായ ജനസമൂഹത്തിന് ക്ഷേമത്തെ വിധിത്സോഹോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനും സത്വനിധിയുമായ തേ അങ്ങയ്ക്ക് തത് അത് വേദമാർഗം നശിക്കൽ അനഭീഷ്ടം ഇവ ഇഷ്ടമല്ല. അപ്പൊ ഇനി നമ്മൾ ആ കഥകൾ അങ്ങോട്ട് കേൾക്കുന്ന സമയത്തൊക്കെ കാണാം, വേദത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരങ്ങള് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അങ്ങ് അവിടെ ബ്രാഹ്മണരെ നമസ്കരിച്ചു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അങ്ങയുടെ ഒരു വിനോദം മാത്രമാണ്. അപ്പൊ ലോകരക്ഷകനായിട്ടുള്ള അങ്ങയുടെ ആ മഹാത്മ്യം ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഇതാ ഇവിടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മജ്ഞാനികൾ നിലനിന്നാൽ മാത്രമേ, ബ്രഹ്മവിത്തുക്കൾ നിലനിന്നാൽ മാത്രമേ വേദമാർഗം ലോകത്തില് നിലനിൽക്കുകയുള്ളൂ. തുടർന്ന് 25-ാമത്തെ ശ്ലോകത്തില് യം വാനയോർദമധീശ ഭവാൻ വിധത്തെ വൃത്തിന്നുവാ തദനുമന്മഹി നിർവ്യളീകം അസ്മാസുവായ ഉചിതോദ്ധയതാം സദണ്ഡോ യേനാഗസോ വയമയുങ്ക്ഷ്മഹി കിൽബിഷേണ. ഹേ അധീശ, അല്ലയോ സർവാധിപ, ഭവാൻ അങ്ങ്, അനയോഹോ ഇവർക്ക്, യം വാ വേറെ വല്ല, ദമം ദണ്ഡത്തെയോ, വൃത്തിന്നുവ ആനുകൂല്യത്തെയോ, വിധത്തെ വിധിക്കുന്നുവെങ്കിൽ, നിർവ്യളീകം കലവറ കൂടാതെ, അനുമന്മഹി ഞങ്ങൾ അനുവദിക്കുന്നു, യേ വയം യാതൊരു ഞങ്ങൾ, അനാഗസോ നിരപരാധികളെ, കിൽബിഷേണ ശാപത്തോടെ, അയുങ്ഷ്മഹി യോജിപ്പിച്ചുവോ, തേഷു അസ്മാസു ഞങ്ങളിൽ, ഉചിതമായത്, യഹ ഏതോ, സഹ ദണ്ഡ ആ ശിക്ഷ, വാ എങ്കിൽ അത്, ധ്രിയതാം നൽകിയാലും. അപ്പോ ജയവിജയന്മാര് നിരപരാധികളാണെന്നും അവരെ ശപിച്ചത് തെറ്റായിപ്പോയെന്നുമാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ ഞങ്ങൾക്ക് ഉചിതമായ ദണ്ഡം, അതായത് ശിക്ഷ നൽകിയാലും അതിനെ ഞങ്ങൾ സ്വീകരിക്കാം. അപ്പൊ അവർക്കും ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് സനകാദികൾക്ക്. കാരണം വൈകുണ്ഠത്തിൽ ആദ്യമായിട്ട് വന്നിട്ട് അവിടുത്തെ കാവൽക്കാരെ ശപിക്കേണ്ടി വന്നുവല്ലോ. അപ്പൊ ഇങ്ങനെ സനകാദികൾ ഭഗവാനോട് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറയണു, ശ്രീ ഭഗവാൻ ഉവാച ഏതൗ സുരേതരഗതിം പ്രതിപദ്യ സദ്യ സംരംഭ സംഭ്രത സമാധ്യനുബദ്ധയോഗൗ ഭൂയസകാശമുപയാസ്യത ആശുയോവ ശാപോ മയൈവ നിമിതസ്തദവൈത വിപ്രാഹ. ഹേ വിപ്ര, അല്ലയോ ബ്രാഹ്മണരെ,
വഹ നിങ്ങളുടെ യഹ ശാപമേതോ അത് യോ ഏവ എന്നാൽ തന്നെ നിമിത നിർദ്ദേശിക്കപ്പെട്ടതാണ് തത് അവൈത എന്നറിഞ്ഞാലും സദ്യ ഉടനെ തന്നെ ഏതോ ഇവർ സുരേതരഗതിം ആസുരത്വം പ്രതിപദ്യ പ്രാപിച്ചിട്ട് സംരംഭ സംഭ്രത സമാധ്യനുബദ്ധ യോഗവും ക്രോധത്താൽ വർദ്ധിച്ച യോഗത്തോടുകൂടിയവരായിട്ട് ഭൂയഹ ആശു വീണ്ടും വേഗത്തിൽ സകാശം മൽസമീപത്തെ ഉപയാസ്യത പ്രാപിച്ചുകൊള്ളും. ബ്രഹ്മവാച തുടർന്ന് ബ്രഹ്മാവ് പറയുന്നു, അഥതേ മനയോ ദൃഷ്ട നയനാനന്ദഭാജനം വൈകുണ്ഠം തദധിഷ്ഠാനം വികുണ്ഠം ച സ്വയം പ്രഭം ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാനുമാന്യ ച പ്രതിജഗ്മു പ്രമുദിത ശംസന്തോ വൈഷ്ണവീം ശ്രിയം. അഥ അതിൽ പിന്നെ തേ മുനയഹ മുനിമാർ സ്വയം പ്രഭം സ്വയം പ്രകാശിക്കുന്നവനും നയനാനന്ദഭാജനം കാണാൻ കൗതുകമുള്ളവനുമായ വികുണ്ഠം മഹാവിഷ്ണുവിനെയും തദധിഷ്ഠാനം അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായ വൈകുണ്ഠം ച വൈകുണ്ഠലോകത്തെയും ദൃഷ്ടുവ കണ്ടിട്ട് വൈഷ്ണവീം വിഷ്ണുമയമായ ശ്രിയം ഐശ്വര്യത്തെ ശംസന്ത പ്രശംസിച്ച് ഭഗവന്തം ഭഗവാനെ പരിക്രമ്യ പ്രദക്ഷിണം വെച്ച് പ്രണിപത്യ നമസ്കരിച്ച് അനുമാന്യ ച അനുവാദം മേടിച്ച് പ്രമുദിതാഹ സന്തോഷിച്ചവരായി പ്രതിജഗ്മു മടങ്ങിപ്പോയി. അപ്പോൾ ഇവർ അസുരന്മാരായി ജനിച്ച് ക്രോധത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന സമാധിയോഗത്താൽ എന്നെ ഉപാസിച്ച് ക്ഷണനേരം കൊണ്ട് എൻ്റെ സമീപത്തെ തന്നെ പ്രാപിക്കട്ടെ. അല്ലയോ ബ്രാഹ്മണരെ, ഭവാന്മാർ ചെയ്ത ശാപം എന്നാൽ തന്നെ പ്രേരിതമാണ് എന്നറിഞ്ഞാലും. ഇതാണ് അവിടെ നമ്മൾ 26-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. അപ്പം ഭഗവത് വാക്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് സനകാദികൾ കുപിതരായതും ജൈവിജയന്മാരെ ശപിച്ചതും യഥാർത്ഥത്തിൽ ഭഗവാന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ്. ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞത് വ്യക്തമല്ലെന്ന് സനകാദികൾ ബോധിപ്പിച്ചിട്ടും അവിടെ ഒരു വിശദീകരണവും നൽകുന്നില്ല. അപ്പം തൻ്റെ സത്വഗുണാധിക്യം കൊണ്ടും ബ്രഹ്മജ്ഞാനികളോടുള്ള ഭക്തി കൊണ്ടും അതെല്ലാം ക്ഷമിച്ചു. ജൈവിജയന്മാർക്ക് അല്പം അഹങ്കാരമുള്ളതിനാൽ അവരൊരു പാഠം പഠിക്കണമെന്നും ഭഗവാനും അഭിപ്രായമുണ്ട്. ഭഗവാൻ അനുഗാവാഹ യാതമാ ഭൈഷ്ടമസ്തുഷം ബ്രഹ്മതേജ സമർത്ഥോപി ഹന്തും നേച്ഛേ മതം തുമേ. 29-ാമത്തെ ശ്ലോകം. യാതം നിങ്ങൾ പോകുവിൻ, മാ ഭൈഷ്ടം പേടിക്കേണ്ട, ശമസ്തു നന്മ വരട്ടെ, ബ്രഹ്മതേജ ഈ ബ്രാഹ്മണ ശാപത്തെ ഹന്തും ഇല്ലാതാക്കാൻ സമർത്ഥ അഭി പ്രാപ്തനാണെങ്കിലും ഇച്ഛിക്കുന്നില്ല, മേതു എനിക്ക് തന്നെയും മതം അത് സമ്മതമാകുന്നു എന്ന് ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ അനുഗൗ ഭൃത്യന്മാരോട് ആഹ പറഞ്ഞു. അപ്പോൾ അവിടെ പിന്നീട് ബ്രഹ്മാവ് അവിടെ പറയണു, സനകാദികള് ഭഗവാനെ കൺകുളിർക്കെ നോക്കിക്കണ്ടു, വൈകുണ്ഠമൊക്കെ നടന്നു കണ്ടു, ഭഗവാനെ നമസ്കരിച്ച് അനുജ്ഞയൊക്കെ വാങ്ങി അവിടുന്ന് യാത്രയായി. സനകാദികൾ യാത്രയായ ശേഷം ഭഗവാൻ തൻ്റെ അനുഗന്മാരോട് പാർഷദന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയാലും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ഈ ബ്രഹ്മജ്ഞാനികളുടെ ശാപത്തെ വിഫലമാക്കി തീർക്കാൻ ഞാൻ ശക്തനാണെങ്കിലും ഇത് നമ്മുടെ ഇംഗിതമാകയാൽ അപ്രകാരമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കഥകളൊക്കെ നമ്മളിവിടെ കേൾക്കുന്ന സമയത്ത് ഒരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതെന്താ വെച്ചാൽ ജൈവിജയന്മാരെ ശപിച്ച സംഭവം നടക്കുന്നത് ഈ കൽപ്പത്തിൻ്റെ ആദിയിലാണ്. അതിനുശേഷം 6 മന്വന്തരങ്ങൾ കഴിഞ്ഞ് 7-ാമത്തേതായ വൈവസ്വത മന്വന്തരത്തിലെ 28-ാം ചതുർയുഗത്തിലെ ദ്വാപരത്തിൻ്റെ അന്ത്യത്തിലാണ് ശ്രീകൃഷ്ണാവതാരം നടക്കുന്നത്. അപ്പോൾ ജൈവിജയന്മാരുടെ 3-ാമത്തെ ജന്മമായ ശിശുപാല ദന്തഭക്തന്മാരുടെ വധം നടക്കുന്നത് ശ്രീകൃഷ്ണാവതാര കാലത്താണ്. അതിനുശേഷമേ അവർ വൈകുണ്ഠത്തിൽ തിരിച്ചെത്തുന്നുള്ളൂ. അപ്പോൾ അവിടെ 12-ാമത്തെ ശ്ലോകത്തിലും 26-ാമത്തെ ശ്ലോകത്തിലും അചിരതഃ സദ്യഃ ഇങ്ങനെയൊക്കെ വേദവ്യാസ മഹർഷി പദങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അല്ലേ? വളരെ പെട്ടെന്ന് എന്നാണല്ലോ സദ്യ എന്ന് പറഞ്ഞാലും അചിരത എന്നൊക്കെ പറഞ്ഞാല്. അപ്പം വളരെ പെട്ടെന്ന് എന്നുള്ളത് എങ്ങനെ യോജിക്കും? നമ്മളെ സംബന്ധിച്ച് വളരെ നീണ്ടൊരു കാലഘട്ടമാണത്. അതായത് ഇവർക്ക് ശാപം കിട്ടുന്നതും ഇവർ 3 ജന്മങ്ങളെടുത്ത് തിരിച്ചെത്തുന്നതും വളരെ കാലം കൊണ്ടാണല്ലോ. അങ്ങനെ ഒരു സംശയം തോന്നില്ല. എന്നാൽ അവിടെ പറഞ്ഞത് അചിരതഹ സദ്യഹ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അതായത് വളരെ വേഗം എത്തുന്നതാണ്. അപ്പൊ ഇതിനൊരു സമാധാനം എന്ന് പറയുന്നത് ത്രിപാദ് വിഭൂതി മഹാനാരായണോപനിഷത്ത്. നേരത്തെ പറഞ്ഞു ഈ ഉപനിഷത്തിനെ കുറിച്ച്. ആ ഉപനിഷത്ത് പറയുന്നത് ബ്രഹ്മാവിന്റെ ആയുസ് 100 ബ്രഹ്മസംവത്സരമാണ്. ദ്വിപരാർത്ഥം എന്ന് പറഞ്ഞാൽ 36,000 കൽപ്പം. അപ്പൊ അതിനുശേഷം അത്ര തന്നെ കാലം പ്രളയം. അപ്പൊ ഇത്രയും കാലം ആദിനാരായണന്റെ അംശമായ മഹാവിഷ്ണുവിന് ഒരഹോരാത്രം മാത്രമാണ്. വത്സരശതം ബ്രഹ്മമാനേന ബ്രഹ്മണ പരമായു പ്രമാണം താവത് കാലസ്തസ്യ സ്ഥിതിരുച്യത്തെ പുനർവത്സരശതം തസ്യ പ്രളയോ ഭവതി തസ്യ ബ്രഹ്മണഃ സ്ഥിതി പ്രളയാവാദിനാരായണസ്യ അംശേന അവതീർണസ്യാണ്ഡപരിപാലകസ്യ മഹാവിഷ്ണോ അഹോരാത്രി സപ്ഞകൗ. എങ്ങനെയാണ് ആ ഉപനിഷത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ ജയവിജയന്മാരുടെ ശാപം മുതൽ ശിശുപാല ദന്തവക്ത്രന്മാരുടെ വധം വരെയുള്ള കാലം മഹാവിഷ്ണുവിന് ഒരു നിമിഷത്തിന്റെ എത്രയോ ലഘുവായ ഒരംശം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അതായത് ഭഗവാനെ സംബന്ധിച്ച് ഈ അചിരേണ സദ്യ എന്നൊന്നും പറഞ്ഞതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഭഗവാനെ സംബന്ധിച്ച് അതൊരു ചെറിയ സമയം മാത്രമാണ്. അപ്പൊ മഹാവിഷ്ണുവിനെ ത്രിമൂർത്തികളിൽ ഒരാളായി കരുതിയാലുള്ള അവസ്ഥയാണത്. അതായത് മഹാവിഷ്ണുവിനെ സംബന്ധിച്ചൊരു നിമിഷത്തിന്റെ എത്രയോ ചെറിയൊരു അളവ് മാത്രമാണ് ഈ വലിയൊരു കാലം എന്ന് പറയുന്നത്. ആദിനാരായണൻ എന്നെടുത്തു കഴിഞ്ഞാൽ ആദിനാരായണൻ കാലഗണനകൾക്കൊക്കെ അതീതനാണ് താൻ. തുടർന്ന് വീണ്ടും ബ്രഹ്മാവ് പറയുന്നു, ഏതത്പുരൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയായത പുരാപവാരിതാദ്വാരി വിശന്തി മയ്യുപാരതേ. പുരായത മുമ്പൊരിക്കൽ, മയി ഉപാരതേ ഞാൻ യോഗനിദ്രയിലായിരുന്നപ്പോ ദ്വാരി ഗോപുരദ്വാരത്തിൽ വിശന്തി പ്രവേശിച്ച അവൾ അപവാരിത തടയപ്പെട്ടിരുന്നുവല്ലോ, ക്രുദ്ധയാ അതിൽ കോപിച്ച രമയാ ലക്ഷ്മിയാൽ പുരാ ഏവ മുമ്പ് തന്നെ ഏതതിത് നിർദ്ദിഷ്ടം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ യോഗനിദ്രയിൽ ശയിക്കുന്ന ഒരവസരത്തിൽ നിങ്ങൾ മഹാലക്ഷ്മിയെ ഗോപുരദ്വാരത്തിൽ തടഞ്ഞു നിർത്തുക ഉണ്ടായല്ലോ. ക്രുദ്ധയായ അവളാൽ ഈ ശിക്ഷ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ജയവിജയന്മാരോട് ഭഗവാൻ പറയുന്നതാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുള്ള കഥാംശം എവിടെയാന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ലക്ഷ്മി ഭഗവതി മുമ്പ് തന്നെ നിങ്ങളെ ശപിക്കാൻ ഒരുമ്പെട്ടതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ കഥ കിടക്കുന്നത് ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണ്. ബ്രഹ്മവൈവർത്ത പുരാണത്തില് ശ്രീകൃഷ്ണഖണ്ഡം 56-ാം അധ്യായത്തിൽ ഈ കഥ പറയുന്നുണ്ട്. ഒരിക്കൽ മഹാലക്ഷ്മി സ്വവൈഭവത്തിൽ ഗർഭിഷ്ഠയായി തീർന്നു. ഒരു ഭക്തനെ അനുഗ്രഹിക്കാൻ പോയി. മടങ്ങി വരുന്ന സമയത്ത് വൈകുണ്ഠത്തിലെ ഗോപുരദ്വാരത്തിൽ വെച്ച് ജയവിജയന്മാരാൽ തടയപ്പെട്ടു. ദർപ്പയുക്ത മഹാലക്ഷ്മി ബഭൂവ സാ മഹാമുനെ പരാഭൂത പുരാദേവി ജയേന വിജയേന ച പ്രവിശന്തി വിഭോദ്വാരം ദത്വാ ഭക്രായ വാഞ്ചിതം നിവാരിത സാ ദ്വാരാ ച തേന ദൗവാരികേണ വൈ. അപ്പൊ ഇപ്രകാരം അപമാനിതയായ മഹാലക്ഷ്മി ആത്മഹത്യ ചെയ്യാൻ പോലും ഒരുങ്ങി എന്നാണ് ഈ ബ്രഹ്മവൈവർത്തം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ ബ്രഹ്മാദി ദേവന്മാരാൽ സാന്ത്വന വാക്കുകളാൽ ദേവിയെ സ്തുതിച്ച് സമാശ്വസിപ്പിച്ചു. ബ്രഹ്മാവ് ലക്ഷ്മി ഭഗവതിയോട് പറഞ്ഞു, ബ്രഹ്മവാച ഭവിഷ്യതി ന ഭദ്രം ച ജയസ്യ വിജയസ്യ ച ത്വയാ ന ശപ്തൗ തൗ മൂഢൗ പ്രിയാപരാധഭീതയാ. ജയനും വിജയനും മംഗളം ഭവിക്കില്ല. ഭവതി അവരെ ശപിക്കാതിരുന്നത് ഭർത്താവായ ഭഗവാന് അത് അപരാധമായി തീരുമോ എന്ന ഭയത്താലാണത്രേ. അപ്പൊ ഈ ബ്രഹ്മവാക്യത്തിൽ നിന്ന് സിദ്ധിക്കുന്നത് ലക്ഷ്മി ദേവി ജയവിജയന്മാരെ ശപിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് തന്നെ. അതുകൊണ്ടാണ് അവിടെ രമയാ നിർദ്ദിഷ്ടം എന്ന്
ഈ ഭാഗവത ശ്ലോകത്തിൽ പറയാൻ കാരണം. എന്നിട്ട് പറയണു, മൈ സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യക്ഷത നികാശമേ കാലേനാൽപീയസാ പുനഃ. മയി എന്നിൽ സംരംഭയോഗേന ക്രോധരൂപത്തിലുള്ള യോഗചര്യയോടെ സംരംഭയോഗേന ക്രോധരൂപത്തിലുള്ള യോഗചര്യയോടെ ബ്രഹ്മഹേളനം ബ്രഹ്മജ്ഞാനികളെ അപമാനിച്ചതിൻ്റെ ഫലം നിസ്തീര്യ അനുഭവിച്ച് അൽപീയസ ചുരുങ്ങിയ കാലേന കാലം കൊണ്ട് പുനഃ മേ വീണ്ടും എൻ്റെ നികാശമടുക്കൽ പ്രത്യക്ഷതം വന്നെത്തിച്ചേരും. ദാസ്ഥാവാദിശ ഭഗവാൻ വിമാനശ്രേണി ഭൂഷണം സർവാതിശയ ലക്ഷ്മ്യാജുഷ്ടം സന്ധിഷ്ണമാവിശത്ത്. ഭഗവാൻ മഹാവിഷ്ണു ദാസ്ഥൗ ദ്വാരപാലന്മാരോട് ആദിശ ഇങ്ങനെ നിർദ്ദേശിച്ച് വിമാനശ്രേണി ഭൂഷണം വിമാനനിരകളാൽ അലങ്കരിക്കപ്പെട്ടതും സർവാതിശയ ഏതിനെയും അതിശയിക്കുന്ന ലക്ഷ്മ്യാജുഷ്ടം ഐശ്വര്യമുള്ളതുമായ സന്ധിഷ്ണം സ്വസ്ഥാനത്തേക്ക് ആവിശത്ത് പ്രവേശിച്ചു. തൗതു ഗീർവാണഋഷഭൗ ദുസ്തരാധരിലോകതാം ഹതശ്രിയോ ബ്രഹ്മശാപാദഭൂതാം വികതസ്മയോ. നിർവാണ ഋഷഭൗ ദേവവര്യന്മാരായ തൗതു അവർ രണ്ടുപേരും ദുസ്തരാത് പ്രതിവിധിയില്ലാത്ത ബ്രഹ്മശാപാത് ബ്രാഹ്മണശാപത്താൽ ഹരിലോകത വിഷ്ണുലോകത്തിൽ വെച്ച് തന്നെ ഹതശ്രിയോ ശ്രീത്വം നശിച്ചവരും വിഗതസ്മയോ ഗർവമകന്നവരുമായി അഭൂതാം ഭവിച്ചു. തഥാ വികുണ്ഠധിഷണാ തയോർ നിപതമാനയോഹോ ഹാഹാകാരോ മഹാനാസീത് വിമാനാഗ്രേഷു പുത്രകാഹ. ഹേ പുത്രക, അല്ലയോ പുത്രന്മാരെ, തഥാ അപ്പോൾ വികുണ്ഠധിഷണാത് വൈകുണ്ഠത്തിൽ നിന്ന് തയോ അവർ നിപതമാനയോഹോ പതിക്കവേ വിമാനാഗ്രേഷു വിമാന വിശേഷങ്ങളിൽ മഹാൻ വലുതായ ഹാഹാകാര നിലവിളി ആസീത് ഉണ്ടായി. താവേവ ഹ്യധുനാ പ്രാപ്തൗ പാർഷദപ്രവരോ ഹരേ ദിദേർ ജഠര നിർവിഷ്ടം കാശ്യപം തേജ ഉൽബണം. അധുന ഇപ്പോൾ ഹരേ ശ്രീഹരിയുടെ പാർഷദപ്രവരോ പാർഷദമുഖ്യരായ തൗ ഏവ ഹി അവരിരുവരും തന്നെ ഉൽബണം അത്യുഗ്രമായ കാശ്യപം കശ്യപന്റെ തേജഹ വീര്യത്തെ പ്രാപ്തൗ ആശ്രയിച്ച് ദിതേ ദിതിയുടെ ജഠര നിർവിഷ്ടം ഗർഭത്തിലെത്തിയിരിക്കുന്നു. തയോരസുരയോരദ്യ തേജസ യമയോർഹിവ ആക്ഷിപ്തം തേജ ഏതർഹി ഭഗവാൻ തദ്വിധിത്സതി. യമയോഹോ ഇരട്ടയായി തീർന്ന തയോഹോ അവരുടെ തേജസാഹി തേജസ്സിനാലാകട്ടെ വഹ തേജഹ നിങ്ങളുടെ തേജസ് ആക്ഷിപ്തം ആക്രമിക്കപ്പെട്ടു ഏതർഹി ഇപ്പോഴാകട്ടെ ഭഗവാൻ തത് അങ്ങനെ വിധിത്സതി ഇച്ഛിക്കുന്നു. വിശ്വസ്യ സ്ഥിതിലയോദ്ഭവഹേതുരാദ്യോ യോഗേശ്വരൈരപി ദുരത്തേയ യോഗമായ ക്ഷേമം വിധാസ്യതി സനോ ഭഗവാംസ്ത്രധീശസ്തത്രാസ്മദീയ വിമൃശേന കിയാനിഹാർത്ഥ. യോഗേശ്വരൈഹി അപി യോഗേശ്വരന്മാരാൽ പോലും ദുരത്യയ യോഗമായ പ്രാപിക്കാനാവാത്ത യോഗമായ ശക്തിയുള്ളവനും വിശ്വസ്യ വിശ്വത്തിൻ്റെ സ്ഥിതിലയോദ്ഭവഹേതു വിശ്വാസ രക്ഷാസംഹാരോ ഉൽപ്പത്തികൾക്ക് കാരണഭൂതനം. അതാണ് സ്ഥിതിലയോദ്ഭവ ഹേതു രക്ഷാസംഹാര ഉൽപ്പത്തികൾക്ക് കാരണഭൂതനും ആദ്യഹാദ്യനും ത്രധീശഃ ത്രിഗുണാധിപനും യഹ ആരോ സഹ ഭഗവാനാ ഭഗവാൻ സഹ ക്ഷേമം നമുക്ക് ക്ഷേമം വിധാസ്യതി വരുത്തും. അത്ര ഇഹ ഇക്കാര്യത്തിൽ അസ്മദീയ വിമർശേന നമ്മുടെ ചേർച്ച കൊണ്ട് കിയാൻ എന്ത് അർത്ഥ കാര്യമാണ്. അവിടെ എന്താ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞത് വെച്ചാൽ ജയവിജയന്മാർക്ക് വരാൻ പോകുന്ന ജന്മങ്ങളിൽ ഭഗവാനോട് ശത്രുഭാവമാണ് ഉണ്ടാവുക. ബ്രഹ്മജ്ഞാനികളോട് ചെയ്ത അപരാധത്തിൻ്റെ പാപഫലം അനുഭവിച്ച് അചിരേണ വൈകുണ്ഠപ്രാപ്തി ലഭ്യമാകും എന്ന് സമാശ്വസിപ്പിച്ച് ഭഗവാൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചു. ജയവിജയന്മാര് ഐശ്വര്യഭ്രഷ്ടരും അഹങ്കാരം ശമിച്ചവരുമായി വൈകുണ്ഠത്തിൽ നിന്ന് പതിതരായി. ഇവരുടെ പതനം വീക്ഷിക്കാൻ വിമാനങ്ങളിൽ വന്നുകൂടിയവരുടെ ഇടയിൽ വലിയ കോലാഹലമുണ്ടായി. വിശ്വപാർഷദന്മാരായ ജയവിജയന്മാരാണ് കശ്യപന്റെ വീര്യരൂപത്തിൽ ദിതിയുടെ ഗർഭസ്ഥരായി തീർന്നത്.
ഇരട്ടയായി ദിതിയുടെ ഗർഭത്തിലിരിക്കുന്ന അവരുടെ തേജസ് കൊണ്ടാണ് ദേവന്മാരുടെ തേജസ്സൊക്കെ നഷ്ടപ്പെട്ടത്. ഇതൊക്കെ ഭഗവത് ഇച്ഛയാകയാൽ ഇതിന് പ്രതിവിധി ചെയ്യാൻ സാധ്യമല്ല. എങ്കിലും ഇക്കാണുന്ന പ്രപഞ്ചത്തിന്റെ സ്ഥിതി, ലയം, ഉൽപ്പത്തി എന്നീ അവസ്ഥാത്രയത്തിന് കാരണഭൂതനും യോഗീശ്വരന്മാർക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര യോഗബലമുള്ളവനും ത്രിമൂർത്തികൾക്കും ഉപരിയായം ഇരിക്കുന്നവനുമായിട്ടുള്ള സാക്ഷാത് ഭഗവാൻ നമുക്ക് മംഗളത്തെ ചെയ്യും. നാം ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇങ്ങനെ ദേവന്മാരോട് പറഞ്ഞ് ബ്രഹ്മാവ് വിരമിച്ചു. അപ്പം ബ്രഹ്മാവും ദേവന്മാരും തമ്മിലുള്ളൊരു സംഭാഷണമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ദിതിദേവി ഗർഭം ധരിച്ചതോടുകൂടി ദേവന്മാരുടെ ശോഭ മുഴുവൻ, അവരുടെ ഐശ്വര്യം മുഴുവൻ ഇല്ലാതായി തീർന്നു എന്നാണ്. അവർ ജനിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ അവരുടെ ഐശ്വര്യം ഇല്ലാതായി എന്നാണ് ആ ദേവന്മാരുടെ. അപ്പം അത്ര തീക്ഷ്ണമാണ് ഈ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും വീര്യം എന്ന് പറയുന്നത്. എന്നിട്ടാണ് അവർ ഭയപ്പെട്ട് ഈ ബ്രഹ്മാവിനെ സ്തുതിച്ചതും മറ്റുമൊക്കെ. അപ്പം ബ്രഹ്മാവാണ് അവർക്ക് ഈ സനകാദി ശാപവൃത്താന്തം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബ്രഹ്മാവ് സ്വസ്ഥാനത്തേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നു. ഇനി നമ്മൾ അടുത്ത അധ്യായം കാണുന്നു. അവിടെയാണ് നമ്മൾ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനം, ഹിരണ്യാക്ഷൻ്റെ ദിഗ്വിജയം, ഇതൊക്കെയാണ് 17-ാമത്തെ അധ്യായത്തിൽ. അത് തുടർന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.